ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നാദാപുരം തൂണേരിയിൽ ചടയംകണ്ടി ഷിബിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളായ യൂത്ത് ലീഗ് പ്രവർത്തകരെ ജയിലിൽ ചെന്ന് സന്ദർശനം നടത്തിയിരിക്കുകയാണ് പാണക്കാട് സയ്യിദ് മൊയ്തീൻ അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയവും വർഗീയവുമായ അഭിപ്രായ വ്യത്യാസത്താൽ മാരകായുധങ്ങളുമായി ഷിബിനെ ആക്രമിക്കുകയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതികളെയാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇളയ മകൻ ചെന്ന് കണ്ടത് മാത്രമല്ല, താൻ ചെയ്തത് മഹത്തായ കാര്യമെന്നോണം അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. വിചാരണ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടവരെ ഹൈക്കോടതി ശിക്ഷിച്ചതാണെന്നാണ് തങ്ങളുടെ ന്യായം. എന്നാൽ എന്തുകൊണ്ട് വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതി ശിക്ഷിക്കാനിടയാക്കി എന്നത് സംബന്ധിച്ച് തങ്ങൾ കുടുംബത്തിന് മറുപടിയില്ല. കേസ് സൂക്ഷ്മമായി പരിശോധിച്ച ഹൈക്കോടതി കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 15, 16 പ്രതികൾക്കും കേസിൽ നിർണായക പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അവർക്കുമേൽ കൊലക്കുറ്റം ചുമത്തി ജയിലിൽ അടച്ചത്. 2015 ജനുവരി 22-നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിൻ കൊല്ലപ്പെട്ടത്. ബൈക്കിൽ വരികയായിരുന്ന ഷിബിനെയും സുഹൃത്തിനെയും വെള്ളൂർ സ്കൂളിന് സമീപം തടഞ്ഞു നിർത്തി തെയ്യമ്പാടി ഇസ്മായിൽ, മുനീർ, വാറങ്കിത്താഴ് സിദ്ദീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുകയായിരുന്നു. കേസിലെ 17 പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഷിബിന്റെ അച്ഛനും സർക്കാരും നൽകിയ അപ്പീലിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ 8 പേർ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇതിൽ 3-ാം പ്രതി നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ബാക്കി 7 മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും 1,10,000 രൂപ വീതം പിഴയും പല വകുപ്പുകളിലായി 6.5 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. 1-ാം പ്രതി തൂണേരി തെയ്യമ്പാടി ഇസ്മായിൽ, 2-ാം പ്രതിയും ഇസ്മായിലിന്റെ സഹോദരനുമായ മുനീർ, 4 മുതൽ 6 വരെ പ്രതികളായ വരാങ്കി താഴക്കുനി സിദ്ദീഖ്, മണിയന്റെവിട മുഹമ്മദ് അനീസ്, കളമുള്ളതിൽ താഴക്കുനി ഷുഹൈബ്, 15-ാം പ്രതി കൊച്ചന്റെവിട ജാസിം, 16-ാം പ്രതി കടയം കൊട്ടുമ്മൽ അബ്ദുസമദ് എന്ന സമദ് എന്നിവരെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പിഴയൊടുക്കുന്നതിൽ നിന്ന് 5 ലക്ഷം രൂപ ഷിബിന്റെ അച്ഛനും ശേഷിക്കുന്ന തുക ആക്രമണത്തിൽ പരിക്കേറ്റ സാക്ഷികളായ 6 പേർക്കുമായും നൽകണമെന്നുമായിരുന്നു വിധിയുണ്ടായിരുന്നത്. തെളിവില്ലെന്നു പറഞ്ഞ് പ്രതികളെ വെറുതെ വിട്ട മാറാട് സ്പെഷ്യൽ അഡീഷണൽ കോടതി വിധി ചോദ്യം ചെയ്ത് സർക്കാരും ഷിബിന്റെ അച്ഛൻ ഭാസ്കരനും പരിക്കേറ്റ സാക്ഷികളും നൽകിയ അപ്പീലുകളിലായിരുന്നു ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് C പ്രദീപ് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 17 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത 9 പേരെ വിട്ടയക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രതികളെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ നേരിട്ട് ജയിലിൽ പോയി സന്ദർശിച്ചിരിക്കുന്നു. അത് പൊതുസമൂഹത്തിന് മുന്നിൽ മതിപ്പോടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കുകയോ കൊലക്കേസ് പ്രതികളെ ജയിലിൽ സന്ദർശിച്ച തങ്ങൾ കുടുംബത്തിനെതിരെ ഒരക്ഷരം ശബ്ദിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. കാരണം അത് വലതുപക്ഷ രാഷ്ട്രീയമാണ്. വലതുപക്ഷത്തിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരാൾ ജയിലിൽ പോയാൽ അതൊന്നും വാർത്തകളാകുകയില്ല, അതൊന്നും വാർത്തകളാക്കാൻ സമ്മതിക്കുകയുമില്ല. ഒരു പക്ഷത്ത് മാത്രം നിലനിന്നുകൊണ്ട് ചില വാർത്തകളെ മാത്രം മുക്കുന്ന മാധ്യമ ഇരട്ടത്താപ്പ് കൂടിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്.